ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഞാനിത് പകുതി റെക്കോർഡ് ആയിട്ട് വീണ്ടും പോയതോടെ വീണ്ടും റെക്കോർഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. വീണ്ടും ഗൈസ് ഇപ്പൊ എടുക്കുന്നുണ്ട്, കുറച്ച് ടൈം എടുക്കാനാ എടുക്കുന്നുണ്ട്. ബാക്ക് ഓപ്പണിങ് ഞാൻ FC പറഞ്ഞു മടുത്ത് ഗൈസ്. ഇത് ഇത്രാമത്തെ തവണ പറയുന്നുണ്ടോ? രണ്ടാമത്തെ എന്തോ സംഭവിച്ചു. 3000 ജമ്മിന്റെ ബാക്കാണ് ആദ്യം തുറക്കുന്നത്. ഇനി എല്ലാദ്യം ഇവര് പറയണോ അത് അതിൻ്റെ ഇടയ്ക്ക് ഈ ഫോണിന് നല്ല ലാഗും ഉണ്ട്. കാര്യാക്കണ്ട നിങ്ങള്, നിങ്ങൾക്ക് കുഴപ്പമില്ല, നമ്മക്കല്ലേ ഗൈസ് പ്രശ്നം. പറഞ്ഞു മടുത്ത്. എല്ലാ വീഡിയോസും നമ്മൾ ഇടുന്നതാണ് ഗൈസ് ഉടനെ തന്നെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, ചാലഞ്ചില് ക്യാരക്ടേഴ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ വീഡിയോ ഇട്ടത് പറയാം ഏതൊക്കെയാണെന്ന് വീഡിയോയിൽ പറഞ്ഞാണ് ഗൈസ്. പിന്നെ നമ്മൾ വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടാൻ പോകുന്ന പ്ലേയേഴ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ പറയാൻ കഴിയും. നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ ആണ്. എന്തോ സംഭവിച്ചതെന്ന് അറിയത്തില്ല, വീണ്ടും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ബാക്ക് തുറന്നിട്ടുണ്ട്, വർക്കൗട്ടാണ്. 106 ഗൈസ്, 106. അതെ, എന്തായാലും ലോഡായി വരത്തില്ല. അതെ ഗൈസ്, ന്യൂസിലൻഡ് സെൻട്രൽ ബാക്ക് ഏതോ ടീമെന്ന് പറയില്ല, ബോക്സ് പറഞ്ഞിട്ട് ഏതാന്ന് ഇട്ടാ പോലെ. അന്നേരം പിന്നെ ഇവർക്കൊന്നും മനസ്സിലാവില്ല. ന്യൂസിലൻഡ് ആണ് ഗൈസ് സെൻട്രൽ ബാക്ക്. ബോക്സാൽ എന്ന് പറഞ്ഞ ഏതോ ഒരു പോട്ടൻ പ്ലെയർ ആണ്, ഓനെയാണ് ഗൈസ് കിട്ടിയത്. കണ്ട ഗൈസ്, അതായത് പുതിയ ഗെയിമും കൂടിയാണ് ഗൈസ്. വീണ്ടും വീണ്ടും ഡെയിലി വീഡിയോ ഇടാൻ ഗൈസ്. ഇപ്പൊ ഡെയിലി വീഡിയോ ഇടുന്നില്ല, മറ്റേ വീഡിയോ ഇട്ട് 2 ദിവസമായി. 2 ദിവസമായപ്പോഴേക്ക് കോപ്പിറൈറ്റ് അടിച്ച് സാധനം ഡിലീറ്റ് ആക്കേണ്ടി വന്നു. അതെ, ആ വീഡിയോ പോയതല്ല, ഡിലീറ്റ് ആക്കിയതാണ്. 2500 പാക്കാണ് ഗൈസ്, വർക്കൗട്ടാണ്. 106 പക്ഷെ കിട്ടുന്നത് കാര്യമില്ല. ഓക്കെ ഗൈസ്, പാക്ക് തുറക്കാണ്. ഈ ഫോണിനാണെങ്കിൽ ലാഗ് ആയതുകൊണ്ട് കുറെ ടൈം എടുക്കും. നമ്മളിത് ഓൾറെഡി റെക്കോർഡ് ചെയ്താണ് ഗൈസ്, മടുപ്പ് വരുന്നത്. ഇത്രയും പണിപ്പെട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. അപ്പൊ നിങ്ങൾ ഒരു 500 വ്യൂസ് എങ്കിലും മിനിമം തരണം. അത് 50 പോലും കിട്ടുന്നില്ല ഗൈസ്. നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് സൂബയാണോ വേണ്ടത്, അത് FC ആണോ വേണ്ടത്, അത് വേറെ ഏതും ഗെയിമാണോ വേണ്ടത്? പറ ഗൈസ്. അതേപോലെ ഇപ്പൊ സൂബയില് നിങ്ങൾക്ക് എന്ത് തരം വേണം? RPG ചാലഞ്ച് ആണോ വേണ്ടത്, ഗെയിം പ്ലേ ഗൈഡ് ആണോ വേണ്ടത്? അതേപോലെ FC ഇപ്പൊ ഗെയിം പ്ലേസ് ആണോ വേണ്ടതോ വേറെ സീരീസ് ആണോ വേണ്ടത്? ഇതുപോലെ പാക്ക് ഓപ്പണിംഗ് ആണോ വേണ്ടതെന്ന് പറ ഗൈസ്. അതേപോലെ എല്ലാ വ്യാഴാഴ്ചയും പാക്ക് ഓപ്പണിംഗ് ഗൈസ്. ഞായറാഴ്ച ചില ദിവസം നിങ്ങൾ വ്യൂസ് നല്ലോണം തരുന്നുണ്ട്, നമ്മൾ വ്യാഴാഴ്ച തന്നെ ഇടും ഗൈസ്. അത് പറ്റത്തില്ല ഗൈസ്, അത് പറ്റത്തില്ല. വ്യാഴാഴ്ച ജമ്മ് കിട്ടത്തുള്ളൂ. അടുത്ത ബാക്ക് ഓർന്ന് ഗൈസ്, ഇതിനകത്ത് വാക്കൂട്ടൊന്നും കിട്ടില്ല, 104 കിട്ടും. സപ്പോർട്ട് ചെയ്താൽ നമ്മളെല്ലാ ദിവസവും വീഡിയോ. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിം വേണം, വേറെ ഏതെങ്കിലും ഗെയിം പറഞ്ഞാൽ മതി. നമുക്ക് നമ്മളെ DLS ഉണ്ട്, DLS ഇടാം ഗൈസ് വേണമെങ്കിൽ. അതെ, വേറെ ഗെയിംസ് ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ഫയർ വേണമെങ്കിൽ ഫ്രീ ഫയർ വേണമെന്ന് പറഞ്ഞാൽ മതി. നമ്മള് ഫ്രീ ഫയർക്ക് ഇഷ്ടമല്ല ഗൈസ്, അപ്ഡേറ്റ് ചെയ്ത് കൊള്ളായി. എന്നാലും വേണമെങ്കിൽ ഒരു മാറ്റെല്ലാം കളിച്ചിടാം വേണമെങ്കിൽ. പാക്ക് കണ്ടല്ല ഗൈസ്, ഇനി ടീം കാണിച്ചു തരാം. ടീമില് നല്ല പ്ലെയർ 112 ഉണ്ട് ഗൈസ്. 108 DKR, റൈറ്റ് ബാക്ക് ആയിട്ട് ട്രെൻഡ്, സെൻട്രൽ ബാക്ക് ഫെർണാണ്ടിയർ. ഇപ്പുറത്ത് നോക്കണ്ട, ഇവിടെ പുതിയ പ്ലെയർ വരും. പിന്നെ ഹാള്, ലംബാർഡ്, ബെർണാഡോ സിൽവ. അല്ല ഗൈസ്, എന്റേതാണ് ഗൈസ് പൊളി.
അവിടെ പല ഡാൾഗ്രീഷ് കുറിച്ച് ഈ വീഡിയോ കഴിയുമ്പോൾ എന്താ എന്റെ 150 ആവും. ഗൈസ് ഇത് ഇൻഡസ്ട്രി ഇട്ടിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഇൻഡസ്ട്രി ഷാടാക്കാൻ പോകുക. നിങ്ങൾ ആരൊക്കെ ഏതൊക്കെ പ്ലേയേഴ്സിനാണ് ക്യാപ്റ്റൻസി ഇവന്റിന് എടുത്തതെന്ന് പറയണം. ഷാഡ് കൊടുത്തിട്ടും ടീമിന്റെ നിങ്ങൾ ടീമിന്റെ കമന്റ് ഇടണം. പിന്നെ അവര് ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ പ്ലേയേഴ്സ് ഇതൊന്നും കമന്റ് ചെയ്യുക. നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടായിരുന്നു. 4 ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കരിയർ മോഡ്, റോഡ് ടു ഗ്ലോറി, റോഡ് ടു വേൾഡ് ഇന്ത്യ, പിന്നെ ഏറ്റവും ലാസ്റ്റ് മൈൻക്രാഫ്റ്റ് ഒക്കെ. അതിൽ 50-50 ആണ് വന്നത്. FC മൊബൈലിനും റോഡ് ടു വേൾഡ്. അപ്പൊ അതിലൊന്നാണ് നമ്മൾ ചെയ്യുന്നത്. ആരൊക്കെ വോട്ട് ചെയ്തതെന്നൊന്നും നമുക്ക് അറിയത്തില്ല ഗൈസ്. താങ്ക് യു ഫോർ ദ വോട്ടിംഗ്. 2 ആളെ ഗൈസ് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഗൈസ് ഒരു 10-20 വോട്ട് ചെയ്യണ്ടേ? ഞാൻ എന്താ 2 ആള് വോട്ട് ചെയ്തില്ല. ആ 2 ആൾക്ക് ലൈക്ക് ചെയ്തിട്ടങ്ങ് പോയിട്ടുണ്ട്. വോട്ടും ചെയ്യാണ്ട് ചെയ്തിട്ട് പോയിക്കൂടാ. ആ 2 ആളോട് താങ്ക് യു ഗൈസ്. എന്താണ് കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. അതൊന്നും കിട്ടുന്നില്ലല്ലോ. അതാണ് നിങ്ങൾക്ക് അത് ചെയ്തില്ല, ഒന്നും പോകുന്നില്ല, പിന്നെ ഒന്നും നഷ്ടപ്പെടാനില്ല ഗൈസ്. കൈ കൊണ്ട് ഇങ്ങനെയാണ് ഗൈസ് നിൽക്കുന്നത്. വേറെ ഒരു കുഴപ്പമില്ല. പിന്നെ എന്താണ് അവന് അത് ചെയ്ത പ്രശ്നം? ലൈക്ക് ഇട്ടിട്ട് പോയി. അപ്പൊ ലൈക്ക് ഇട്ടതെങ്കിലാ അതുപോലെ അതും ചെയ്ത പോരെ ഗൈസ്. നിങ്ങൾക്ക് ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം പോയിട്ട് ചെയ്ത് കിട്ടാം. നമ്മൾ വേറൊന്നും പറയുന്നില്ല. ഓക്കെ ഫിഷിന് ഷർട്ട് കൊടുത്ത പ്ലെയർ എടുക്കാൻ പോവുക. ഇനി എത്ര സമയം എടുക്കുക? കുറച്ചേ ഉള്ളൂ. പിന്നെന്താ? പിന്നെ നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ വീഡിയോസ് ഇനി വേണം, അത് പറ. അതെ മൈൻക്രാഫ്റ്റ് മൾട്ടിപ്ലെയർ. മൈൻക്രാഫ്റ്റ് നിങ്ങൾക്ക് വേണം. ഒരു സംശയം, മൈൻക്രാഫ്റ്റ് ആകെ 3 ആളുണ്ട്. ആരും കാണില്ല ഗൈസ് മൈൻക്രാഫ്റ്റ്. ഗൈസ് വീക്ക് 4-ലാണ് ആദ്യം പോവുക. പക്ഷെ വീക്ക് 3-ലാണ് ഇല്ലത്. അതെ ഇത് നമ്മൾ റെക്കോർഡ് ചെയ്താണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നമുക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോ ഗൈസ്. ആദ്യത്തെ അക്കൗണ്ട് സെക്കൻഡ് അക്കൗണ്ട് കണ്ടാൽ മതി. ആദ്യത്തെ അക്കൗണ്ട് ആകുമ്പോൾ ഫുൾ ലാഗ് പോകും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്കിപ്പ്. 10 മിനിറ്റ് വരാന്ന് ആദ്യത്തെ അക്കൗണ്ട് ഇല്ല. 11 മിനിറ്റ് തൊട്ട് സെക്കൻഡ് അക്കൗണ്ടാണ്. സെക്കൻഡ് അക്കൗണ്ട് അല്ലേ ഇത് ഇവന്റ് അക്കൗണ്ട്. നിങ്ങൾക്കാണ് സ്കിപ്പ് ചെയ്തോ അങ്ങോട്ടേക്ക്. അതിന് ഇതാരും കാണാനൊന്നും പോയില്ല. നിനക്കറിയാം, നീ കാണുക. ആദ്യത്തെ FC ഇടുന്നത് FCക്ക് വ്യൂസ് കിട്ടുമെന്നൊക്കെ അറിയത്തില്ല. നമുക്ക് നോക്കാം. എന്റെ മനസ്സിലൊരു ഗെയിം ഉണ്ട് ഇടാൻ. ഏതാണ് ഗെയിം? അത് നമുക്ക് വേണമെങ്കിൽ ഇടാം. നമുക്ക് ചിലപ്പോ ഇടാം. ഇത്രമാത്രം പോരല്ലോ കാണുകയും. പക്ഷെ ആ ഗെയിം കളിക്കാൻ വലിയ താല്പര്യമില്ല. അതാണ് പ്രശ്നം. കളിക്കാൻ കൂടെ പറ്റണ്ട, താല്പര്യം കൂടെ വേണ്ടേ? അതാണ് പ്രശ്നം. കൂടാതെ ഇവനാണ് എല്ലാ ഗെയിമിലും ലാഗ്. അതാണ് ഞാൻ പിന്നെ ഒറ്റ കളിക്കുന്നത്. ഒറ്റക്ക് കളിച്ച പിന്നൊരു കാര്യം, സൂബേയിൽ മൾട്ടിപ്ലെയർ വേണോ? എഫ്സിയിൽ നമ്മൾ തമ്മിൽ മാച്ച് വേണോ ഗൈസ്? അത് നിങ്ങൾ കമന്റ് ചെയ്യുക. മാച്ച് സീനായിക്കും. ഞാൻ ജയിക്കുന്നത് നിങ്ങൾ കാണാം. ഞാൻ തന്നെ ഗൈസ് ഇവരുടെ മാച്ച് എപ്പോഴും ജയിക്കുന്നത്. ഒന്നും പറ്റിയവന് ഭയങ്കര ഷോയാണ്. അത് തീർത്തു കൊടുക്കണ്ടേ ഗൈസ്? നിങ്ങൾ പറഞ്ഞ മാച്ച് ഇടാ ഗൈസ്. ആണെങ്കിൽ ഈ വീഡിയോയിൽ നമുക്ക് ചേർത്ത് വെച്ചും കിട്ടാം. അത് പറ്റത്തില്ലേ? ചാലഞ്ചിന്റെ 3rd എപ്പിസോഡ് ഇന്ന് തന്നെ വരും. 4th എപ്പിസോഡ് എടുത്തിട്ടില്ല, ചാലഞ്ചും കണ്ടുപിടിച്ചിട്ടില്ല. അത് വന്നിട്ട് അപ്പൊ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ തോറ്റിട്ട് നമ്മൾ ഇടുന്നത്. ചാലഞ്ചിന് പിന്നെയും 10 മേലെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ മൈൻക്രാഫ്റ്റിനാണ് കേസ് നിങ്ങൾ വ്യൂസ് 5 പോലും ആയിട്ടില്ല. ഓക്കെ നമ്മൾ മൈൻക്രാഫ്റ്റ് ഇടുന്നത് നിർത്തണോ എന്ന് നിങ്ങൾ പറയുക. നമ്മൾ കരുതിയത് സൂബയേക്കാളും കൂടുതൽ വ്യൂസ് മൈൻക്രാഫ്റ്റിന് കിട്ടും. പക്ഷെ നമ്മൾ ഇതിനു മുന്നേ ഇട്ടിരുന്നു ബേറ്റ. പക്ഷെ അത് കോപ്പിറൈറ്റ് മൂലം അതും ഡിലീറ്റ് ആക്കേണ്ടി വന്നു. അത് ഞാൻ ഇട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ കോപ്പിറൈറ്റ് കണ്ടു. 2 വ്യൂസ് ഉണ്ടായിരുന്നു അന്നേരം. ഗൈസ് മാർക്കസിനാണ് എടുക്കുന്നത്, മനസ്സിലായല്ല? എടുത്തിട്ടുണ്ട് ഗൈസ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞാലേ വരത്തുള്ളൂ അത്. പിന്നെ സ്കിപ്പ് ചെയ്തോ. പിന്നെ നമ്മൾ പുതിയ ലോഗോയും പുതിയ പേരും ആക്കിയിരുന്നു. അത് മെസ്സി ഫാൻസ്
എന്തായാലും ലൈക്ക് ചെയ്തു. അതെ, ഇല്ലെങ്കിൽ നിങ്ങൾ മെസ്സി ഫാൻസ് അല്ല. അതെ, നിങ്ങൾക്ക് പലരും ഡൗട്ട് ഉണ്ടാവും നമ്മൾ മെസ്സി ഫാൻ ആണോ. ഡൗട്ട് അല്ലേ കേസാ, സത്യം. മെസ്സി അതെ, മെസ്സിനെ പറ്റി പറയുമ്പോ തന്നെ മെസ്സി സീന ഗോട്ടോ, അത്ര പറയാൻ പറ്റും. മെസ്സി ഫാൻസ് ആണെങ്കിൽ ഇപ്പം തന്നെ ചെയ്തു പാക്ക് തുറന്നിട്ടുണ്ട്. പാക്ക് തുറന്നു ഗൈസ്. വരികയാണ്, ഇതാ വരികയാണ് സുഹൃത്തുക്കളെ, വരികയാണ്. ഇപ്പൊ വരുന്നു ഗൈസ്. മെക്സിക്കോ സെൻട്രൽ ബാക്ക് മാർക്കസിനെ കിട്ടി ഗൈസ്. എന്റെ പ്ലെയറാണ് ഗൈസ്, എന്നെ കാട്ടിക്കിടിയോ എന്റെ പ്ലെയർ മറന്നുപോയാ. മാർക്കസിനെ എടുത്തു ഗൈസ്. അപ്പൊ ഗൈസ് ഇതാണ് ഇവന്റെ അക്കൗണ്ട്, രണ്ടാമത്തെ അക്കൗണ്ട്. ടീമിലിടുന്നതൊന്നും കാണിച്ചില്ല. പിന്നെ ഒരു കാര്യം, ടീമിലിട്ടപ്പോ ഞാൻ 113 ആയിരുന്നു ഗൈസ്, അത് വേറെ കാര്യം. ടീമിലിടുന്നത് കാണിച്ചില്ല. കാരണം എന്താ വെച്ചാല് അപ്പത്തേക്ക് 2 മിനിറ്റ് പോകും, അതുകൊണ്ടാണ് 113 അടിച്ചു ഗൈസ്. ഇത് ചെയ്യാൻ ഇത് ആദ്യത്തെ പാക്കാണ്, 3000 ജമ്മിന്റെ ആണ്. ഇവന്റെ അക്കൗണ്ടാണ് ഗൈസ്. ഇവൻ ഞാൻ പറയുന്ന പേര് നിങ്ങൾക്ക് അറിയണമെങ്കിൽ 1K ആക്കണം. 1 മില്യൺ 1K അറ്റ്ലീസ്റ്റ് ആക്കി. 1K നമ്മൾക്ക് ഇടാം ഗൈസ്. 1K ഇടാം. 1K 5K പേര് പറയും നമ്മൾ രണ്ടാളും. സെൻട്രൽ ബാക്ക് 106 ഗൈസ്. ഏതൊട്ട USA കണ്ടപ്പോ ഞാൻ എടുക്കാൻ പോകുന്ന ഷാരൂഖ് എടുക്കാൻ പോകുന്ന പ്ലെയർ ആണെന്ന് ധരിച്ചു പോയി. പക്ഷെ സത്യം അതല്ലായിരുന്നു. 106 106 ഒരു മുന്നേനെയാണ്. 2500 പാക്കാണ് അടുത്തത് നമ്മൾ തുറക്കാൻ പോകുന്നത്. ഇതിലെങ്കിലും വാക്കൗട്ടെങ്കിലും കിട്ടിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. വാക്കൗട്ട് കിട്ടിയാൽ കുറച്ചെങ്കിലും സന്തോഷം ഉണ്ടാവും. ഫസ്റ്റത്തെ തുറക്കുക നിൽക്കണ്ട ഗൈസ്. ഈ ഫോൺ ലാഗൊന്നുമില്ല, നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ സ്കിപ്പ് അടിക്കണ്ട ഗൈസ്. തുറന്നിട്ടുണ്ട്. വാക്കൗട്ട് ഉണ്ടോ? ഉണ്ട് ഗൈസ്. വാക്കൗട്ട് ആകുന്ന നല്ലൊരു പ്ലെയർ കിട്ടുമോ? സ്പെയിൻ ഇത് നല്ല പ്ലെയർ ഒന്നല്ല. 107 ഗൈസ്. 30 ഷോട്ട് കിട്ടും. 104 നല്ല നല്ല പ്ലേയേഴ്സ് എല്ലാം ഉണ്ട്. ഡുങ്ക എല്ലാം ഉണ്ട്. സണ്ണെല്ലാം കിട്ടിയ പൊളിക്കും. കിമ്മിച്ചിനെ പറ്റി പറയുമ്പോ നമ്മള് പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ലാസ്റ്റ് അക്കൗണ്ടിനെ പറ്റി അതെ, അത് തുടക്കം പറയാം. അക്കൗണ്ട് ഇതിലും കൂടെ ഒരു വാക്കൗട്ട് 108 109 കിട്ടി കഴിഞ്ഞാല് നല്ലൊരു പാക്ക് ഓപ്പണിംഗ് ആയിരിക്കും. തുറന്നു. വാക്കൗട്ട് ലഭിക്കുമോ? ഇല്ല, വാക്കൗട്ട് ഇല്ല. 104ന്റെ ഡെജിൽ ഞാൻ നോക്കിയ താരൊന്നും അറിയത്തില്ല. നിങ്ങൾക്ക് ടീം കാണിച്ചു തരാം. പിന്നെ 112 പക്ഷെ 113 ടീം കാണിച്ചതിന് മുന്നേ നമ്മൾ ഷാഡ് കൊടുക്കുകയാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞാൻ SC കളിച്ച് 115 ടീം വെക്കാം. ഞാൻ സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ 101 ടീം ഷാഡ് ആക്കിയിട്ടുണ്ട് എല്ലാരെയും. നമുക്ക് നേരെ ടീം കാണിച്ചു തരാം. ടീമിന്ന് വീണ്ടും തന്നെ വന്നു. ഷാഡാണ് ഷാഡല്ല, എക്സ്ട്രാ ടൈം ആക്കാൻ പോകുന്നത്. എക്സ്ട്രാ ടൈം തുറക്കുന്നില്ല. നല്ലൊരു പ്ലെയറെ കിട്ടണം. ക്യാപ്റ്റൻസിന്റെ കാര്യം ആക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ആക്കിയാൽ നല്ലതായിരിക്കും. ഇവനൊക്കെ നമുക്ക് ആക്കാം. 9100 കിട്ടും. 10000 വേണ്ടേ? 10000 വേണ്ട. നമുക്കിവിടെ 4600 ടോട്ടൽ ഉണ്ട്. ശരിയാണ്, ഞാൻ കണ്ടിട്ടില്ല. 9600 കിട്ടിയാലും മതി, നമുക്ക് ആക്കാം. 10000 10,000 10000 അതുകൊണ്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാൻ കഴിയും നമുക്ക്. 108 109 110 കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പാക്ക് എടുത്തു. ഇവരെ ഷാഡാക്കട്ടെ ഗൈസ്. ഈ ഇനിയസിനെ ഷാഡാക്കുന്നു. നോക്കണം, ഇനിയസിനെ ഷാഡാ ആക്കണോ വേണ്ടത് നമ്മളിപ്പോൾ തീരുമാനിച്ചിട്ടില്ല. നോക്കാം ടീമിന്റെ ഓവർ കൂടുമോന്ന്, ടീമിലേക്ക് ഫിറ്റ് ആകുമോ നോക്കാം.
ഫസ്റ്റ് നമുക്ക് ടീം കാണിക്കണോ അതോ എക്സ്ട്രാ ടൈം തുറക്കണോ? ടീം കാണിക്കാം. ഇതാണ് ഗൈസ് ഇവന്റെ ടീം. ഗോൾ കീപ്പർ എമി മാർട്ടിനസ്, റൈറ്റ് ബാക്ക് അർണോൾഡ്, സെന്റർ ബാക്ക് വിഡിച്ചും മാൾഡിനും, ലെഫ്റ്റ് ബാക്ക് ക്യാപ്പും, സെന്റർ മിഡിൽ സിഡാനും മോൺട്രിക്കും, സിഡമിൽ കിമ്മിച്ചാണ്. ഇതാണ് റൈറ്റ് വിംഗിൽ ഗരിഞ്ച, സ്ട്രൈക്കറിൽ സ്വാരസ്, ലെഫ്റ്റിൽ സാഹ. ഇതാണ് ഗൈസ് നേരത്തെ പറഞ്ഞ കിമ്മിച്ച് നമ്മൾ ഓൾറെഡി എടുത്തതാണ്. ഷാഡ് കൊടുത്ത് ന്യൂ ഷാഡിന് ഇതാ ഗൈസ് കിമ്മിച്ച്. കാര്യം ചെയ്ത് നമ്മൾ ഈ വീഡിയോയിൽ മാറ്റുന്നുണ്ട് ഗൈസ്. അതെ, ഇവരുടെ ടീമില് എമീനെ മാറ്റേണ്ട സമയമായോ? എമി ഇപ്പോൾ 105 ഇനി മാറ്റിയിട്ടില്ല. 110 അതെ 115 ഇനിസ്റ്റേനെ സബിലിടാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെ സങ്കടത്തോടെ ഈസ്റ്റേനെ ഷാടാക്കാൻ പോകാൻ സങ്കടമൊന്നുമില്ല, അവിടെ സന്തോഷപ്പെടുത്തി ഷാടാക്കി. ഇവന് വേണ്ട പ്ലെയർ എടുക്കാൻ പോവുകയാണ് ഗൈസ്. ആരാന്ന് പറയും ഗൈസ്. എക്സ്ട്രാ ടൈം അല്ല കുട്ടാ. അത് നീ ഇതെവിടെയാ പോകുന്നു ബാക്കോട്ടല്ലോ? അത് എന്റെ കയ്യിന്റെ ഓരോരോ കളികളാണ്. ഷാടാക്കി ഗൈസ് 250 ഷോട്ട് ഗൈസ്. ടോട്ടൽ എത്രയായി? 460 ഷാടാക്കാൻ പോകും. ടോട്ടൽ അങ്ങനെ 560 ഷാടാക്കിണ്ട്. സോറി 460 സോറി എന്താ സപ്പോർട്ട് ചെയ്താൽ മതി. ഇവൻ 460 പൊട്ടിച്ച്. എക്സ്ട്രാ ടൈം തുറക്കുവാണ് ഗൈസ്. കിട്ടുന്നില്ല, എന്നാലും നിങ്ങൾ കണ്ടോക്ക് ഗൈസ് ആരെയാ കിട്ടിയത്. സന്തോഷിക്കും നിങ്ങള്, നമ്മളും സന്തോഷിക്കും. 5000 തുറക്കണോ? വേണ്ടല്ല, 5000 ഊളയാണ് ഗൈസ്. ഷാഡ് ഇപ്പൊ നമുക്ക് ആവശ്യമില്ലല്ലോ, 10,000 തന്നെ തുറക്കാം. സീനാണ്. തുറന്നു നോക്കിയതിന് ശേഷം നമുക്ക് കാണാം സീനാണോ. കുറച്ച് നോവെല്ലാം അടിച്ചിട്ട് തുറക്കാം. നമ്മളെ എല്ലാ യൂട്യൂബേഴ്സും ട്രൈ ചെയ്യുന്ന ട്രിക്കാ. നമ്മൾ ട്രൈ ചെയ്തു ഗൈസ്. ആദ്യത്തെ പ്ലെയർ നമുക്ക് നോക്കാം. ആദ്യത്തത് സസ്പെൻസ് തരുമോ ഇവൻ? ഒന്നും കണ്ടിട്ടില്ല, ഒരു നീല കളർ മാത്രം ഞാൻ കണ്ടു. അതെ 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 അക്വ 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 109 മറഡോണ ഗൈസ്. ഓ ഇപ്പൊ കിട്ടും നീല കളർ. അടി ഇതെന്താണ് വരാത്തെ? അത് ഉറപ്പിച്ചാ നീ. അപ്പൊ 107 ആണെങ്കിലോ ബാക്ക് എടുത്തിട്ട് ഒന്നുകൂടി ഉദ്ദേശിച്ചത് കിട്ടൂല. ഇതെന്താണ് വന്ന് ഗൈസ്? കൊടുത്ത് പോയാ വന്ന് ഗൈസ്. അത് ഒന്നും പറയാനില്ല. വല്ല 107 അത് ബെർണാഡോ, പിന്നെ ബാർജ സയൻസ്, കാസ്ട്രോ. അതെ ഇപ്പൊ ആരെടുക്കും? നമുക്ക് ബെർണാഡോ എടുത്താ പോരെ. എന്റെ കയ്യിൽ ഓൾറെഡി ബെർണാഡോ ഉണ്ട്, നിങ്ങൾ കണ്ടായിരിക്കും. അത് ഇവന് ബെർണാഡോനെ എടുത്ത് യൂസ് ഒന്നുമില്ല, ടീമിലൊന്നും ഇടണ്ടല്ല, യൂസ് ഒന്നും ഇല്ല. അത് ഞാൻ വേണമെങ്കിൽ അടുത്ത ദിവസം തന്നെ ഓനെ സ്റ്റാർട്ട് ചെയ്യണം. അതെ 250 ജമ്മ് കൊടുത്ത് നമുക്ക് പാക്ക് ഓർക്കാം. എക്സ്ട്രാ ടൈം ഷാഡ് കിട്ടും ഗൈസ്. തുറന്നിട്ടുണ്ട്. ഷാഡ് കിട്ടുമോ? ഷാഡ് ഇല്ല ഗൈസ് കിട്ടിയില്ല. 100ന്റെ പ്ലെയർ പൊട്ടന്മാരെ കിട്ടിയിട്ടുണ്ട്. അതെ ഇവല്ല ആരാണ് അടുത്തത്? ഇതിലെങ്കിലും ഷാഡ് കിട്ടുമോ? ഇല്ല ഗൈസ്. കോള മൂവാനെല്ലാം ഉണ്ട്. 98 എടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ് ഗൈസ്. ഇതിലൊന്നും കിട്ടിയില്ല. 101ന്റെ പ്ലെയർ. അതെ ഷാഡൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് പോയി ഷാഡ് കൊടുത്ത് പ്ലെയർ എടുക്കാനുള്ള സമയമാണ്. ആരും കിട്ടുമോ നോക്കാം. ആദ്യം നമുക്ക് ഇതെല്ലാം കളക്ട് ചെയ്യാം ഗൈസ്. ബെർണാഡോനെ കളക്ട് ചെയ്യണ്ടേ കേസ് എടുത്ത് വാക്കോട്ട് ഗൈസ്. പോർച്ചുഗൽ സെൻട്രൽ മിഡ് സിറ്റി 107 ബെർണാഡോ സിൽവ. നല്ല വളയാണല്ലേ. ഓക്കെ ഗൈസ്, കോസ്റ്റിൽ എന്തോ വന്നിട്ടുണ്ട്. കോസ്റ്റിൽ എന്താ വന്നേ? എന്തോ വന്നു, അത് എടുത്തിട്ടുണ്ട്. ജമ്മാണ് ഗൈസ് കിട്ടിയത്. 200 ജമ്മേ ഉള്ളു. 200 അല്ലേ? അല്ല ഗൈസ് 500 ജമ്മ. എന്താടാ? ക്യാപ്റ്റൻസ് ഇവന്റിലേക്ക് പോകാം.
നമുക്ക് പ്ലെയർ എടുക്കേണ്ട സമയമാണ്. പക്ഷെ എന്റെ അത്ര വരത്തില്ല. 111 ഗൈസ്, 150. എന്റെ അത്ര എന്റെ പ്ലെയറിന്റെ അത്ര വരില്ല. പക്ഷെ നിന്റെ പ്ലെയറിനെ പറ്റിയുള്ള ഇല്ല, കാണാം നമുക്ക്. നിങ്ങൾ പറയാൻ നമുക്ക് മാച്ച് വെക്കാം. നാളെ കാണിക്കാടാ. അതാ ഈ വീക്ക് 4 തന്നെയാണ്. ആരെടുക്കുന്നതെന്ന് വെച്ചാൽ പുളിസിച്ച് ആണ് എടുക്കുന്നത്. അല്ലെ വേറെ എടുക്കണം. വേറെ ഓണുണ്ടാടാ. നമുക്കെല്ലാം വീക്ക് 3 2 എല്ലാം നോക്കിട്ടും വരാം. 3 ആരും എടുക്കാൻ പറ്റുമോ? 3 ലീഗ് എടുക്ക, ഈ മെക്കേറിന് എടുക്ക, ടവറിന് എടുക്ക. നീയല്ലേ എല്ലാ വീക്കും നോക്കാന്ന് ഇങ്ങനെ പറയുന്ന. സെക്കൻഡ് വീക്ക് നോക്കാം ഗൈസ്. വേറെ ആരും നോക്കാം നമുക്ക് എന്തായാലും. സെക്കൻഡ് വീക്കില് പെലഗ്രീനി മഗൂറും എടുക്കാൻ പറ്റൂല. ബൗമൻ നല്ല എടുക്കാൻ പറ്റും ഗൈസ്. ഇനി വീക്ക് 1 കൂടെ നോക്കി നമുക്ക് വേണമെങ്കിൽ പുളിസിച്ചിനെ തന്നെ എടുക്കാം ഗൈസ്. പുളിസിച്ചിനെ തന്നെ എടുക്കാനാണ് ലൊക്കട്ടല്ലി വേഴ്സബാലല്ല. നീ ഈ ഫസ്റ്റ് വീക്കിൽ നല്ല കാർഡൊന്നുമില്ല. നിങ്ങൾ ഫസ്റ്റ് വീക്കിൽ എടുക്കുന്നുണ്ടെങ്കിൽ ആകെ പോർലാനെ മാത്രം എടുത്താൽ മതി ഗൈസ്. അപ്പൊ പുളിസിച്ച് തന്നെ ഉറപ്പിക്കാം ഗൈസ്. പുളിസിച്ച് തന്നെ എടുക്കാം ഗൈസ്. പുളിസിച്ച് വേറെ ഓണെല്ലാം ഉണ്ട്. ഏഴല്ലേ? പക്ഷെ എന്നാലും എന്നാ പിന്നെ എടുക്കാം പുളിസിച്ച്. വേണ്ടത് ഗോൾ കീപ്പർ. പക്ഷെ ഗോൾ കീപ്പർ നല്ലതില്ല. ഓക്കെ, ആകെ തൊലിവർക്കാൾ അതിന്റെ ഷോട്ടൊന്നും എന്റെ ഇല്ലായിരുന്നു. 1250. ഇപ്പൊ പുളിസിറ്റാണ് സ്റ്റാറ്റ്സ് ഇതാണ്. 334 പേസ് എല്ലാം ഉണ്ട്. പുളിസിച്ച് എടുത്തിട്ടുണ്ട്. പുളിസിച്ചിനെ Pulisic is coming. Pack തുറന്നു. USA right wing AC Milan. Pulisic കേസ് 150 ആടാം. നമുക്ക് ടീമിലിടാം. ഇല്ല കേസ് 150. ഓക്കെ ഗൈസ്, ഇവരൊക്കെ എക്സ്ട്രാ ടൈം ആക്കാം. 300 കിട്ടും ഗൈസ്. ഒരു 100 കൂടെ കിട്ടിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് 5000 തുറക്കാൻ പറ്റും. പ്രശ്നമില്ല. നമ്മളങ്ങനെ ടീമിലിടാൻ പോവാ പുളിസിച്ചിനെ ടീമിലിടുന്നുണ്ട്. നമുക്ക് കരിഞ്ച 106 അതാണ് പുളിസിച്ചിന് എടുത്തത്. ഗോളിയാണ് ഏറ്റവും അത്യാവശ്യം, പക്ഷെ ഗോൾ ഇല്ല നല്ലത്. പുളിസിച്ചിനെടുത്ത് ഒന്നും കൂടുന്നില്ല. കൂടൂല നമുക്കറിയാം. കരിഞ്ചനെ സബിലിട്ട് നോക്കാം. ബെർണാഡോനെ സബിലിട്ട് കുറയും കേസ്. സബിലിടുന്നില്ല. കരിഞ്ചനിട്ടാ പക്ഷെ കുറയത്തില്ല. പക്ഷെ കരിഞ്ചൻ ഇടുന്നില്ല കേസ്. കരിഞ്ചേന്റെ ഇത് നമുക്ക് പുളിസിച്ചിന് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. 4 കിട്ടത്തുള്ളൂ.
എജ്ജുന്നു. ഇതാണ് പട്ടി. ഇപ്പൊ ഇങ്ങനെയാണ് ടീം വന്നത്. മാർക്കറ്റിൽ പോയിട്ട് ഗരിഞ്ച വാങ്ങിയതാണോ സംശയം. വാങ്ങിയതാണോ പോയത് അതിനാണ് കേസ്. അല്ല കേസ് അല്ല അല്ല മാർക്കറ്റിൽ കേസ് അല്ല. ഗരിഞ്ചന എങ്ങനെയോ കിട്ടിയതാണ്. എക്സ്ട്രാ ടീം ആയിരിക്കും, അറിയത്തില്ല കേസ്. എന്തായാലും ശല്യം കഴിയത്തില്ല. അപ്പൊ ഇനിയൊന്നുമില്ലല്ലോ. നമുക്ക് അടുത്ത അക്കൗണ്ട്, അതെ അടുത്ത അക്കൗണ്ടിലേക്ക് പോവാം ഗൈസ്. ഓക്കെ ഇതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട്. അല്ല തേർഡ് അക്കൗണ്ട്, പക്ഷേ സെക്കൻഡ് അക്കൗണ്ടാണ്. ഈ അക്കൗണ്ടിനെ പറ്റി പറയുന്നതെന്ന് വെച്ചാ, ഈ അക്കൗണ്ടിൽ ഒരു ഹെഡ് ടു ഹെഡ് മാച്ച് പോലും നമ്മൾ ഇതേവരെ കളിച്ചിട്ടില്ല. എന്നിട്ടാണ് നമുക്ക് ഈ സ്കോഡ് കിട്ടിയത്. സ്കോഡ് നമ്മൾ കാണിച്ചത് ഞെട്ടും. ഈ അക്കൗണ്ട് കാരണം നമ്മളെല്ലാ വ്യാഴാഴ്ചയും ഒരു പാക്ക് ഉറക്കം പോകും. എല്ലാ വ്യാഴാഴ്ചയും ഒരു പാക്ക് ഉറക്കം പോകും. കിട്ടിയ പ്ലേയേഴ്സ് ഒക്കെ നിങ്ങൾ കണ്ടു നോക്കുക. ഇത് ഒമ്മാതിരി സ്കോഡാണ്. 3000 ജെമ്മിന്റെ പാക്കാണ് നമ്മളെ എല്ലാത്തിലും ആദ്യം തന്നെ തുറക്കുന്നത്. വാക്കൗട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷെ നല്ലൊരു പ്ലെയറെ കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. ഈ അക്കൗണ്ട് സൗത്ത് കൊറിയ അല്ല സണ്ണ് കിട്ടുമെന്നൊക്കെ എക്സ്പെക്ട് ചെയ്തുവെങ്കിൽ പക്ഷെ കിട്ടിയില്ല. ഏതോ ഒരു പൊട്ടനായിട്ട് ഭയങ്കര ലെഫ്റ്റുള്ള അക്കൗണ്ടാണ്. അത് നിങ്ങൾക്ക് ടീം കാണുമ്പോ മനസ്സിലാവും. 110-109 കിട്ടും. ഹൈയസ്റ്റ് വരെ കിട്ടിയിട്ടുണ്ട്. അതെ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പൊ സണ്ണോ അല്ലെങ്കിൽ പാർട്ടീസൊക്കെ കിട്ടിയെന്ന് തോന്നലടിച്ചു പോയി. 2500 പാക്ക് തുറക്കാൻ പറ്റും. നമുക്ക് അടുത്ത അത് തുറക്കാം. ഇത് സാധാ പാക്കാരെ കണ്ട തുറന്നിട്ടുണ്ട്. ഒരു വാക്കൗട്ട് കിട്ടുമോ? ഇതൊരു വാക്കൗട്ട് കിട്ടണം. വാക്കൗട്ടാണ്. ഇല്ല വാക്കൗട്ടല്ല. 104 ലെവലിനാണ് കിട്ടിയത്. ഇനി അടുത്തൊരു പാക്ക് കുറഞ്ഞാൽ ചിലപ്പോ ഒരു പാക്ക് കുറക്കാനുള്ള ജെമ്മ് നമുക്ക് ഒപ്പിക്കാൻ പറ്റും. പ്രശ്നമില്ല. ഇതിലെങ്കിലും ഒരു വാക്കൗട്ട് കിട്ടുമോ?